ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏലിയൻ ആണോ എന്ന് ഞാൻ സംശയിക്കുന്ന പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള കൃഷാന്ത് കഥാതിരകഥ സംവിധാനം ചെയ്തിട്ട് സോണി ലിവിലെ 29th of August 2025 റിലീസ് ചെയ്ത 5 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസിനെ കുറിച്ചാണ്. വെബ് സീരീസിന്റെ പേരാണ് ദ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗാങ് അഥവാ സംഭവ വിവരണം 4 സംഘം. ഈ ഒരു വെബ് സീരീസ് 4 ലാംഗ്വേജിലാണ് അവൈലബിൾ ആയിട്ടുള്ള: മലയാളം, ഹിന്ദി, തമിഴ് ആൻഡ് തെലുഗു. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഞാൻ പറഞ്ഞ പോലെ 6 എപ്പിസോഡാണുള്ളത്. ഓരോ എപ്പിസോഡ് ഓൾമോസ്റ്റ് ഒരു 45 to 50 മിനിറ്റ് ഒരു ഡ്യൂറേഷനിലാണ് നിൽക്കുന്നത്. ഫൈനൽ എപ്പിസോഡ് മാത്രം ഓൾമോസ്റ്റ് 1 മണിക്കൂർ 12 മിനിറ്റ് ആണ് അതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. സിംഗിൾ ഒറ്റ സ്ട്രെച്ചിൽ ബിഞ്ച് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂർ എടുക്കും ഈ ഒരു വെബ് സീരീസ് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. യൂഷ്വലി എനിക്കൊരു വെബ് സീരീസ് അല്ലെങ്കിൽ ഒരു സിനിമയുടെ റിവ്യൂ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല. കാര്യം വലുതായിട്ടൊന്നും പറയാനുണ്ടാവില്ല. ഒരു 4-5 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നീ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയുമ്പോൾ എന്റെ റിവ്യൂ എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഈ ഒരു വെബ് സീരീസ് കണ്ട് അന്ന് തൊട്ട് ഞാൻ എന്റെ റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസം. കാര്യം ഞാൻ എഴുതി വെക്കുന്ന യൂഷ്വലി ഒരു നമ്പർ ഓഫ് പേജ് നോക്കുന്നുണ്ടെങ്കിൽ കൂടിപ്പോയ ഒരു 2.5-3 പേജ് വരെ, അതിന്റെ അപ്പുറം വരില്ല. കീ പോയിന്റ്സ് ആണ് പറയുന്നത്. പക്ഷെ ഈ ഒരു വെബ് സീരീസിന്റെ ഞാൻ എത്രയൊക്കെ എഴുതിയിട്ട് പോലും പേപ്പർ തികയുന്നില്ല എന്ന് പറയാം. കാര്യം അത്രയ്ക്ക് എലമെന്റ്സ് ഉണ്ട് ഈ ഒരു വെബ് സീരീസിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അത്രയും പോസിറ്റീവ്സ് ആണ്. നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം എനിക്കിതിൽ തപ്പിപ്പിടിച്ചിട്ട് പോലും ടു ബി ഓണസ്റ്റ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആണിത്. മേ ബി എനിക്ക് തോന്നുന്നു ഒരു നാഷണൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു അവാർഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒരു അവാർഡ് കിട്ടാൻ ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ഇത്. ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിക്കുന്നതായിട്ടൊന്നും ഞാൻ കേട്ടില്ല. ഇതിന്റെ മാർക്കറ്റിംഗ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു എന്നാണ് തോന്നി. കഥയെ കുറിച്ചല്ല പറഞ്ഞത്, ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ. കാര്യം എന്തോ ചെറിയ ഇവന്റ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു സംഭവം ഈ റിലീസിന് മുമ്പായിട്ട്. അതല്ലാതെ വലിയ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇന്റർവ്യൂസ് പോലും അത്രയും ആൾക്കാരിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് വെബ് സീരീസ്. നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. ഈ 5 മണിക്കൂർ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുള്ളതാണ്. അത്ര ഒരു കിഡിലൻ വെബ് സീരീസ് ആണ്. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ വെബ് സീരീസ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് ട്രിവാൻഡ്രം ബേസ്ഡ് ആണ് ഈ ഒരു കഥ. പക്ഷെ ഇവരിൻ്റെ അകത്ത് പറയുന്നത് തിരുവനന്തപുരം എന്നുള്ള സംഭവം അല്ല പറയുന്നത്, തിരുവഞ്ചിയപുരം എന്നാണ് പറയുന്നത്. തടിപ്പാലം എന്നൊരു സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്, പേട്ടൈ എന്നൊരു സ്ഥലം പറയുന്നുണ്ട്. അതായത് ആൾക്കാരുടെ പേര് അത് നമ്മൾ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള കേട്ടിട്ടുള്ള ചില ഗുണ്ട സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ വെച്ച് ഒരു ഗുണ്ടകളുടെ ഒരു കഥയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ല, അതാണ് ഈ ഒരു കഥ. അപ്പൊ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഞാൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പേര് പോലത്തെ പേരുകൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ മിക്കതും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പേട്ടൈ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഫോർട്ടെ സ്കൂൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായി ഇത് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു വെബ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവർ പറയുന്നുണ്ട് ഇതൊന്നും ഈ ഒരു കഥ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ബേസിസിൽ എഴുതിയ ഒരു കഥയല്ല എന്നൊരു സാധനം, ഒരു ഡിസ്ക്ലെയിമർ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഏതോ ഒരാൾ പറഞ്ഞു കൊടുത്ത കഥ കൃഷാന്ത് എഴുതി പുള്ളിക്കാരന്റെ ഒരു രീതിയിൽ എഴുതി എടുത്തു എന്നാണ് തോന്നുന്നത്. ഏകദേശം ആ ഒരു കൈൻഡ് ഓഫ് ഒരു പരിപാടിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. ഫ്രം എൻഡ് ടു ബിഗിനിങ് അതൊരു സർക്കിൾ എന്ന് പറയുന്ന ഒരു പരിപാടിയിലാണ് പോകുന്നത്. തുടങ്ങുന്നിടത്ത് തന്നെ അതിങ്ങനെ കറങ്ങി, അത് ഞാൻ ഒരു ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെ അതുപോലെ ഒരാൾ പറഞ്ഞു കൊടുത്തതായിട്ടാണ് തോന്നുന്നത്. കാര്യം ഇതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞ് ഇമ്മെൻസ് ആണ്. അതിന്റെ ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 4 സംഘം, അതായത് 4 ഇച്ചിരി ഹൈറ്റ് ഉള്ള ആൾക്കാരും ഹൈറ്റ് കുറഞ്ഞ ഒരു പയ്യനും, അതാണ് 4 ഗാങ് എന്ന് പറയുന്ന ഒരു ഗാങ്. ട്രിവാൻഡ്രത്തുള്ള ഒരു ഗാങ്ങിനെ കുറിച്ചുള്ള കഥയാണ് ബേസിക്കലി ഈ ഒരു വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ഇപ്പം ഒരു ബാഹുബലി പോലത്തെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടഫ്. ഒരിക്കലും സിമ്പിൾ ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് തോന്നും. അതായത് 4.5 ഗാങ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്, ദ ക്രോണിക്കിൾസ് ഓഫ് 4.5 ഗാങ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് എടുക്കുന്നതാണോ ബാഹുബലി പോലത്തെ ഒരു സിനിമ എടുക്കുന്നതാണോ ടഫ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദിസ് ഇസ് മോർ ടഫ്. അതിന്റെ കാരണം വേറൊന്നുമില്ല, ഇതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഭയങ്കര കൂടുതലാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഞാൻ ക്യാരക്ടേഴ്സിന് ഉദ്ദേശിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ്, അതായത് സംസാരിക്കാത്ത ആൾക്കാരെന്നുള്ളതല്ല, ഒരു ഡയലോഗെങ്കിൽ ഒരു ഡയലോഗുള്ള ഇതിൻ്റെ അകത്തുള്ള ആക്ടേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ എണ്ണം നോക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 200-250 വരും മിനിമം ഒരു 250 ആർട്ടിസ്റ്റ്
ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആ ഒരു സാധനം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത ഡയലോഗ് ഉള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ബാഹുബലിയിലൊന്നും അത്രയ്ക്ക് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ല, അത്രയ്ക്ക് നമ്പർ ഓഫ് ഇവന്റ്സ് ഇല്ല. ഈ ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എപ്പിസോഡ് ആണെങ്കിൽ പോലും മൾട്ടിപ്പിൾ ഇവന്റ്സ് ആണുള്ളത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അതാണ് പറയുന്നത്, ഇത് ഒരുപാട് പറയാനുള്ള പോലെ തോന്നും ഈ ഒരു വെബ് സീരീസുകാർ അത്രയ്ക്ക് ഗംഭീരമായിട്ട് എടുത്തു വെച്ചേക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ ആദ്യമുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയാം, അല്ലെങ്കിൽ മെയിൻ ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് കടക്കാം. നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കുന്നുണ്ടെങ്കിൽ സഞ്ജു ശിവറാം ഉണ്ട്, നീരജ് മണിയൻപിള്ള രാജു ഉണ്ട്, അതായത് മണിയൻപിള്ള രാജുവിന്റെ മകനാണ് നീരജ്. ജഗദീഷ് സാർ ഉണ്ട്, ഇന്ദ്രൻ സാർ ഉണ്ട്, ഹക്കീം ഉണ്ട്, അതായത് ഹക്കീം ഷാജഹാൻ ഉണ്ട്, അതായത് നമ്മുടെ കടകന്റെ നായകൻ. ദർശന രാജേന്ദ്രൻ ഉണ്ട്, വിഷ്ണു അഗസ്ത്യ ഉണ്ട്, അതായത് നമ്മുടെ RDXലെ വില്ലൻ. അലക്സാണ്ടർ പ്രശാന്ത് ഉണ്ട്, ശാന്തി ബാലചന്ദ്രൻ, സാരീൻ ഷിഹാബ്, രാഹുൽ രാജഗോപാലൻ ഉണ്ട്, സിൻഷാൻ. പിന്നെ നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ചധികം, ഞാൻ പറഞ്ഞല്ലേ ഓൾമോസ്റ്റ് ഒരു എങ്ങനെ പോയാലും മിനിമം 250 കൂടുതൽ ആർട്ടിസ്റ്റ് ഈ ഒരു സിനിമയിൽ, ഈ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കരിക്കുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്, നമ്മൾ അവിടെ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, സോഷ്യൽ മീഡിയയിലുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്, യൂട്യൂബിലെ ഷോർട്ട് ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ കുറച്ചധികം ഒരുപാട് ആക്ടേഴ്സ് ഉള്ള ഒരു ഗംഭീരമായിട്ടുള്ള വെബ് സീരീസ് ആണ്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. സഞ്ജു ശിവറാമിന്റെ ഒരു ക്യാരക്ടർ, പിന്നെ ഒരു പറഞ്ഞൊരു 4 പേര് ചേർന്നാണ് 4 സംഘം എന്ന് പറയുന്ന ഒരു ഗ്യാങ്. അപ്പൊ അവരൊരു 1990s, അതായത് 1990s എൻഡ്, അതായത് ഇവരുടെ ഒരു സ്കൂൾ കാലം തൊട്ടിട്ട് ഇന്ന് വരെ, അതായത് ഈ ഒരു വെബ് സീരീസിന്റെ ഒരു സംഭവം നടക്കുന്നത് നോൺ ലീനിയർ ഒരു ഫോർമാറ്റിലാണ് നടക്കുന്നത്. ഈ സംഭവം തുടങ്ങുന്നത് ഓൾമോസ്റ്റ് ഒരു 2018 ആ ഒരു ടൈം ഡ്യൂറേഷനിലാണ് തുടങ്ങുന്നത്. അതിന് മുമ്പായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതിന് മുമ്പ് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ക്ലിപ്പ് പോലെ. അത് കഴിഞ്ഞിട്ട് നോൺ ലീനിയർ ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു വെബ് സീരീസ് ട്രാവൽ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വെബ് സീരീസിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേനും ഒരു ക്ലിഫ് ഹാങ്ങർ ഇട്ടിട്ടാണ് പോകുന്നത്. അതായത് ഒരു കഥ തുറക്കുന്നു, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എന്താണെന്ന് അറിയില്ല, നമ്മൾ ഒരു ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ കട്ട്, അടുത്ത എപ്പിസോഡിൽ കണ്ടാൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ അതിനാണ് ക്ലിഫ് ഹാങ്ങർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സീക്വൻസ് കൊടുത്തിട്ടാണ് യൂഷ്വലി മിക്ക വെബ് സീരീസും പോകുന്നത്. പക്ഷേ ഈ ഒരു വെബ് സീരീസ് അങ്ങനെയുള്ള ഒരു പരിപാടിയിലല്ല പോകുന്നത്. ഒരു സിംഗിൾ എപ്പിസോഡ് നമുക്ക് വേണമെങ്കിൽ കാണാം, ലാസ്റ്റായി കണ്ടു കഴിഞ്ഞു, അടുത്തയിലേക്ക് ഭയങ്കര ആകാംക്ഷ കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമല്ല, നമുക്ക് കാണണം എന്ന് തോന്നും. ആ ഒരു ആകാംക്ഷയുടെ പേരിലല്ല കാണും. ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലിഫ് ഹാങ്ങർ ഉള്ളത് കൊണ്ടല്ല അടുത്തൊരു എന്താ പറയുക ഒരു എപ്പിസോഡ് നമ്മൾ കാണണം എന്നൊരു ആകാംക്ഷ വരുന്നത്. അടുത്ത ഒരു എപ്പിസോഡിലെ പെർഫോമൻസസ് അവരെങ്ങനെ എടുത്തു വെച്ചേക്കുന്നു എന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കും കാണുക നമ്മൾ. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഇതിൽ ക്വാളിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് ടു ഗുഡ്. സഞ്ജു ശിവറാം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അരിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ഗ്യാങ്ങിൽ ഒരു മെമ്പറാണ്. അപ്പോൾ പുള്ളിക്കാരൻ ജഗദീഷിനെ കൊണ്ടിട്ട് ഒരു കഥ എഴുതാണ്. പുള്ളിക്കാരന്റെ ജീവിതകഥ എന്ന് പറയുന്ന ഒരു സാധനം, സംഭവ വിവരണം 4.5 സംഘം എന്നാണല്ലോ അതിന്റെ പേര്, ഒരു കഥയുടെ പേര്, ഒരു വെബ് സീരീസിന്റെ പേര്. ആ ഒരു സാധനം എഴുതാനായിട്ട് ജഗദീഷിന്റെ അടുത്ത് എത്തുകയാണ്. ജഗദീഷ് ഈ ഒരു കഥ എഴുതുന്നത്, ജഗദീഷിന്റെ കൂടെ പറയുന്നതും ജഗദീഷ് കൊടുക്കുന്ന ഇൻപുട്സുമാണ് ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. അതായത് റീൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും ഓരോ കഥ എഴുതുന്നത്. ഒരാളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം എഴുതുമ്പോൾ അത് കംപ്ലീറ്റ്ലി ട്രൂ ആയിരിക്കും എന്നുള്ളൊരു സംഭവമില്ല. അതിൻ്റെ അത് കുറെ മസാലയൊക്കെ ആഡ് ചെയ്യും, കുറെ കള്ളങ്ങളൊക്കെ ആഡ് ചെയ്യും. അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇത് പോകുന്നത്. ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഒരുപാട് ചിരിക്കാനുള്ള ഒരു വെബ് സീരീസ്. ട്രിവാൻഡ്രം നേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു പൊടിക്കും കൂടി എൻജോയ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. കാര്യം ഇതിൻ്റെ അകത്തുള്ള ഡയലോഗ് ഡെലിവറി അത്ര അടിപൊളിയാണ്. നമ്മൾ മേ ബി ഡെയിലി നമ്മൾ സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഭാഷയുണ്ട്, ട്രിവാൻഡ്രത്തിലെ ഒരു ഭാഷ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഭാഷ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഞാൻ അതുപോലത്തെ ഒരു സംഭവം, ഒരു നാച്ചുറൽ പരിപാടി, ഞാൻ ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറഞ്ഞ സാധനം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഒരു സിനിമ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. അവർ അത്ര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാമറ വെച്ചിട്ട് അവിടെ ഉള്ള ആൾക്കാർ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും, അത്രയും ഒത്തന്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു വെബ് സീരീസിൻ്റെ അകത്ത് ആൾക്കാർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു കോമഡി എന്ന് പറയുന്ന ഒരു ലെയറിലാണ് ഈ ഒരു വെബ് സീരീസ് പോകുന്നത്. ഒരു സീരിയസ് ആയിട്ടുള്ള, അതാണ് പറയുന്നത്, ഇതൊരു ഒരു ആക്ഷൻ ഒരു സാധനം നമുക്ക് പറയാൻ വേണ്ടി, ഒരു ഡ്രാമ പ്ലസ് ആക്ഷൻ പ്ലസ് കോമഡി എന്ന് പറയുന്ന ഒരു ജോൺറയിൽ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണിത്. കോമഡി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പൊതിഞ്ഞാണ് ഈ ഒരു കഥ പോകുന്നത്. ചുമ്മാ അൺവാണ്ടഡ് ആയിട്ട് കോമഡി ഉണ്ടാകാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻസ് അവർ ഉണ്ടാക്കിയിട്ടില്ല. ഭയങ്കര സീരിയസ് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെറിയൊരു നോട്ടം മതി നമുക്ക് ചിരി വരാൻ. കാര്യം ആ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഗംഭീരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ സ്റ്റോറി, അതിനെക്കാട്ടി ഗംഭീരമാണ് സ്ക്രീൻ പ്ലേ, അതിനെക്കാട്ടി ഗംഭീരമാണ് ഇതിന്റെ എക്സിക്യൂഷൻ. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനം, സ്ക്രീൻ പ്ലേ ഒക്കെ തന്നെ ഹാൻഡ് ഇൻ ഹാൻഡ് പോകേണ്ട ഒരു സാധനമാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഒരു വെബ് സീരീസ്.
ഇത് നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് തീരുന്നത് നമ്മൾ ചിലപ്പോൾ അറിയില്ല. കാര്യം അത്രയ്ക്ക് ക്ലീൻ ആയിട്ട് അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു ഫ്ലോയിലാണ് ഈ ഒരു കഥ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബീജംസ് ആണെങ്കിലും ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടാണ് എടുത്തു വെച്ചേക്കുന്നത്. അതായത് എല്ലാ സീനും ഭയങ്കര സ്റ്റൈലൈസ്ഡ് എന്നല്ല പറയുന്നത്, സ്ലോ, ചിലയിടത്ത് കുറച്ചൊരു സ്ലോ ഒരു പേസിൽ, ലാഗ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവിടെ ജീവിതമാണ് ബേസിക്കലി ഒരു വെബ് സീരീസ് കാണിക്കുന്നത്. അതായത് ജീവിതം എപ്പോഴും ഭയങ്കര ടക്ക് 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 എന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ഒരു പേസിലായിരിക്കില്ല പോവുക. ചില സിറ്റുവേഷൻസ് ഭയങ്കര സ്പീഡായിരിക്കും, ചില സിറ്റുവേഷൻസ് കുറച്ച് ഇമോഷണൽ സംഭവമായിരിക്കും, ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരു ലാഗ് തോന്നാം ലൈഫിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ചിലയിടത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ഫാസ്റ്റ് പേസ്, ഭയങ്കര ആക്ഷൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം നമുക്ക് തോന്നും. ചിലയിടത്ത് ഭയങ്കര തമാശ വരുന്ന സാധനമുണ്ടാകും, ചിലയിടത്ത് കുറച്ച് ഇമോഷണൽ ഒരു സാധനമായിരിക്കും, ചിലയിടത്ത് ഭയങ്കര സ്ലോ പേസിൽ പോകും. അപ്പോൾ അതുപോലെ ഒരു ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണോ അതുപോലത്തെ പല ലേയേഴ്സിൽ കൂടാണ് ഈ ഒരു വെബ് സീരീസ് കടന്നു പോകുന്നത്. സ്റ്റൈലൈസ്ഡ് ആയിട്ട് എടുക്കേണ്ട കുറച്ചധികം സ്ഥലങ്ങളുണ്ട്, വളരെ ഭംഗിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കോമഡി എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ ഇടയിൽ അത് റിയലി ഇടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഏലിയൻ ആണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഡയറക്ടർ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, ഇത്രയും കണക്ട് ആവുന്ന, ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനം എടുക്കാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ഒരു എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്. ഒരു കാര്യം പറയാം, ഈ ഡയറക്ടർ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ കാസ്റ്റിംഗ് തൊട്ട്, ഇതിൻ്റെ മേക്കപ്പ് തൊട്ട്, സൗണ്ട്, ബീജിയം, സിനിമാറ്റോഗ്രാഫി, നിങ്ങൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുന്നുണ്ടെങ്കിലും ഗംഭീരമാണ്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഇതിന്റെ DOP, അതായത് സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന വിഷ്ണു പ്രഭാകരാണ് ഇതിന്റെ DOP ചെയ്തേക്കുന്നത്. അതായത് പുരുഷ പ്രേതത്തിന്റെ ആ ഒരു സെയിം സിനിമാറ്റോഗ്രാഫറാണ്. അതിന്റെ തന്നെ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ ഒരു വെബ് സീരീസും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, അലോങ് വിത്ത് കൃഷാന്ത് അതിന്റെ ഡയറക്ടർ ആയിരുന്നു പുരുഷ പ്രേതത്തിന്റെ. അതുപോലെ തന്നെ ശശികുമാർ, അതായത് എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് ശശികുമാറാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരു എഡിറ്ററാണ്. ഗംഭീരമായിട്ടുള്ള ടീമാണ് ഇതിൽ എല്ലാവരും വർക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ BGMs, മ്യൂസിക് ആൻഡ് സ്കോർ ചെയ്തേക്കുന്ന രണ്ടുപേരാണ് ചെയ്തേക്കുന്നത്. ഒന്ന് വർക്കി, പിന്നൊന്ന് സൂര്യ സന്തോഷ്. ഈ രണ്ടുപേരാണ് ചെയ്യുന്നത്. ഗംഭീരമായിട്ടുള്ള വർക്കാണ്. ഈ ഒരു മ്യൂസിക്കൽ ഒരു പരിപാടിയിലാണ് ഈ ഒരു വെബ് സീരീസ് കംപ്ലീറ്റ്ലി പോകുന്നത്. അവിടെ ഒന്ന് രണ്ട് മ്യൂസിക് എന്നൊരു സാധനമല്ല, ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഓവർ പവറിങ് ആയിട്ടല്ല, ആ ഒരു സീൻ എന്താണോ വേണ്ടത് ആ ഒരു ഫ്ലോ കൊടുക്കുന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. ചിലയിടത്തൊക്കെ എക്സ്ട്രാ ഓർഡിനറി എന്ന് തോന്നുന്ന കുറേ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കുറേ സാധനങ്ങളുണ്ട്. ചിലയിടത്ത് ഗംഭീരമായിട്ട് ചോദിക്കും, ചിലയിടത്തൊക്കെ നമുക്ക് അൺറിയലിസ്റ്റിക് എന്ന് തോന്നുന്ന അത്രയും ഗംഭീരമായിട്ടും ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. പ്രശാന്ത് P. മേനോനാണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഗംഭീരമാണ്. ഡബിങ് ആണെങ്കിലും ശരി, സൗണ്ട് ഡിസൈൻ ഒക്കെ അടിപൊളി. ഒരു ഇടിക്കുന്ന സംഭവം കാണുമ്പോൾ നമുക്ക് ചെവിയിൽ കിട്ടും. അതുപോലെ തന്നെ എല്ലാ സീൻസിലും നമുക്ക് ഒരു സൗണ്ടിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അത്രയും വെൽ മെയ്ഡ്. എനിക്ക് ഭയങ്കര ഓവർവെൽംഡ് ആയിട്ട് ഞാൻ സംസാരിക്കുകയാണ്. കാര്യം അത്രയ്ക്ക് എൻജോയ് ചെയ്ത ഒരു വെബ് സീരീസ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. ഇതിന്റെ അഭിനയം നോക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ സാർ തൊട്ട് ജഗദീഷ് സാർ തൊട്ട് എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജു ആണെങ്കിലും ശരി, മണിയംപിള്ള രാജു സാറിന്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. വലിയൊരു അഭിനയമായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച വലിയ ഗുണം കാണൂല എന്നൊരു തോട്ടിലാണ് ഈ ഒരു വെബ് സീരീസ് ഞാൻ കണ്ട് തുടങ്ങുന്നത്. പക്ഷേ പുള്ളിക്കാരൻ കുറച്ച് അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ചെറിയ സാധനങ്ങൾ വന്ന് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മണിയംപിള്ള രാജു സാറിന്റെ മകൻ ഗംഭീരമായിട്ട് തന്നെ പുള്ളിക്കാരൻ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സഞ്ജു ശിവറാം ലൈക്ക് ഓൾവേസ് 101 ബേബീസിലൊക്കെ നമ്മൾ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കണ്ടാണ്. ഗംഭീരമായിട്ട് തന്നെ ഇതിലും ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് വരേണ്ട കുറേ ഇമോഷണൽ സാധനങ്ങളുണ്ട്, പല ഇമോഷൻസും വരേണ്ട ആവശ്യമുണ്ട് ഓരോ സീൻസിൽ. അതൊക്കെ തന്നെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 4.5 ഗ്യാങ്ങിൽ ബാക്കിയുള്ള ഒരു 3 പേരുടെ പേര് കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ശംഭു എന്ന് പറയുന്ന ആളാണ് വേറും മണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ഒരു പാട്ടുകാരൻ്റെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ ഗ്യാങ്ങിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂങ്ങ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത സച്ചിൻ ജോസഫ്, പുള്ളിക്കാരനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കഞ്ഞി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ശ്രീനാഥ് ബാബു, പുള്ളിക്കാരനും നമ്മൾ സ്റ്റാർട്ടിങ് ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല ഇവർ ഇത്രയും നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നുള്ള. ഇതിന്റെ കാസ്റ്റിംഗ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെ ഇത്രയും പേര് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര നമ്മൾ വണ്ടടിക്കുന്ന ഒരു കാര്യമാണ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ എടുത്തു പറയേണ്ട സാധനം എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഇവന്റ്, ഇപ്പോൾ ലൈക്ക് ഇത് വേറൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ
ധ്യാൻ ശ്രീനിവാസിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു ശ്രീനിവാസന്റെ ഒരു സിനിമയിലാണ് ഇത് കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു മുമ്പ്, ഇഫ് ഐ എം നോട്ട് റോങ്. അത് ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കഥ പറയുന്ന സൈറ്റിൽ ഇരുന്ന് കഥ കേൾക്കുന്ന പോലെ അവിടെ ഇവന്റ്സ് നടക്കുന്നുണ്ട്, അവിടെ ഇരുന്ന് അവർ കഥയും പറയുന്നു എന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ എഫേർട്ട് ഇട്ട് അത്രയും നന്നായിട്ട് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. ഒരു സെക്കൻഡ് പോലും എനിക്ക് ബോറടിച്ചിട്ടില്ല ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ട് മതിയായില്ല. കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ എപ്പിസോഡ്സ് എടുത്ത് പിന്നെയും കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. റിപ്പീറ്റ് വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും. എസ്പെഷ്യലി ഇതിൻ്റെ ഡയലോഗ്സ് ഭയങ്കര രസമാണ്. ഇവർ സംസാരിക്കുന്ന കേൾക്കാനാണെങ്കിൽ അവർ ഡെലിവർ ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു കഥയിലെ ഒരു ഫ്ലോ ആണെങ്കിലും ശരി, ഓരോ ആൾക്കാരുടെ ജഗദീഷ് സാറിൻ്റെ ഒരു ക്യാരക്ടറിൽ ചെറിയ വരുന്ന ഷിഫ്റ്റും ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുവിധം എല്ലാവരുടെയും ഇന്ദ്രൻസ് ഇറ്റ്സ് ടു ഗുഡ്. പറയാനാണെങ്കിൽ ഓരോ സീനായിട്ട് എടുത്ത് പറയാം. അത്ര സൂപ്പർബായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അലക്സാണ്ടർ പ്രശാന്ത് ആണെങ്കിലും ശരി, വിഷ്ണു അഗസ്ത്യ ആണെങ്കിലും ശരി, ഹക്കീം, എല്ലാവരും, ദർശന, എനിക്ക് ലിറ്ററലി സീൻസ് നിങ്ങളോട് പറയണമെന്നുണ്ട്. കാര്യം അത്രയ്ക്ക് ഞാൻ എക്സൈറ്റഡ് ആയി ഈ ഒരു വെബ് സീരീസ് കണ്ടു കഴിഞ്ഞിട്ട്. ഞാൻ അത് ഇറങ്ങി 2-3 ദിവസത്തിനുള്ളിൽ കണ്ടു കഴിഞ്ഞായിരുന്നു. പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓണവും ബാക്കി തിരക്കൊക്കെ ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്ത ഈ ഒരു വീഡിയോ. ഇറ്റ്സ് ടു ഗുഡ്. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ വെബ് സീരീസ്. വേറെ ഒന്നും പറയാനില്ല. ഞാനൊരു 10/10 കൊടുക്കും ഞാൻ ഈ ഒരു വെബ് സീരീസിന്. കാര്യം ഒരുപാട് എൻജോയ് ചെയ്തു. അതാണ് പറഞ്ഞത്, ഒരുപാട് ഇവന്റ്സ് ഉണ്ട്, കുറേ സ്ഥലങ്ങളിൽ ഗുണ്ടാ ഗ്യാങ്, ഇത് കുറേ സിറ്റുവേഷൻസ്, കുറേ സാധനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഇത്രയും നമ്പർ ഓഫ് ഇവന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട്. ചിലരുടെ നമ്മൾ പറയാം, അതായത് ചില സീൻസ് കൊള്ളാം, അതായത് ചില സീൻസ് നല്ല രസമുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേനും ഒരു രസം ഉണ്ടാവില്ല. ഡിഫറെന്റ് ആണോ എന്നൊരു ഫീൽ വരുന്നു. പക്ഷെ നമുക്ക് ഇതിലങ്ങനെ തോന്നില്ല. നമുക്കിതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇറ്റ്സ് റിയൽ തിങ്. അതായത് മേക്ക് ബിലീവ്, അതായത് ലാലേട്ടൻ പറഞ്ഞ മേക്ക് ബിലീവ് എന്ന് പറഞ്ഞ സാധനം പ്രോപ്പർലി നടന്ന ഒരു വെബ് സീരീസ് ആണിത്. മൾട്ടിപ്പിൾ ഇവന്റ്സ് എന്ന് പറയുന്ന സാധനം പല സ്ഥലങ്ങളിൽ വരും. അതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ജോയിന്റ് ആയിട്ട് കറക്റ്റ് സ്ഥലത്ത് അത് ഫിറ്റ് ആവുന്നു എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ഒരു വിഷൻ ഉണ്ട് ഈ ഒരു കഥ എഴുതിയ ആ ഒരു കൃഷാന്ത് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്. പുരുഷപ്രേതം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ സെയിം ഒരു കൈൻഡ് ഓഫ് ഒരു മേക്കിംഗ് സ്റ്റൈലും ബാക്കി പരിപാടികളൊക്കെയാണ് ഈ ഒരു വെബ് സീരീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പല പെർസ്പെക്റ്റീവ്, പല സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ജോയിൻ്റ് ആവുന്നതൊക്കെ കറക്റ്റ് പ്ലേസിൽ വന്ന് ജോയിൻ്റ് ആവുന്നതൊക്കെ പോലെ തോന്നും. അത്രയും ഗംഭീരമായിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു വെബ് സീരീസ്. അപ്പോൾ ഇവരുടെ ഒരു സ്കൂൾ കാലത്താണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോൺ ലീനിയർ അല്ലെങ്കിൽ പോലും കഥ തുടങ്ങുന്ന ആ ഒരു റേഞ്ചിൽ നിന്ന് വേണമെങ്കിൽ പറയാം, എഴുതുന്ന ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് അവർ പിന്നെ ഒരു ക്രിമിനൽസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് എങ്ങനെയാണ് അവർ മാറുന്നത്, അവരെന്തൊക്കെ ചെയ്യുന്നു, അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അതെങ്ങനെയാണ്, ജീവിതം എങ്ങനെയാണ് മുമ്പിലോട്ട് പോയത്, അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം എവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയ സാധനങ്ങളൊക്കെ, ചെറിയൊരു ഗ്യാപ്പും ബാക്കി പരിപാടികളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കഥ പോകുന്നത്. അത് മേ ബി അടുത്ത സീസൺ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അതിനുള്ളൊരു സ്കോപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു കഥ വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാം, അതായത് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് ടൂൾസ് എന്ന് പറയും. അതായത് ഡയറക്ടേഴ്സിന്റെ കയ്യിലാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. കാര്യം അവരെ യൂസ് ചെയ്യുന്ന ഈ ഒരു ആക്ടേഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടെക്നീഷ്യൻസിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്കൾപ്ചർ നമുക്ക് കിട്ടും. ഈ ഒരു ടൂൾസ് അടിപൊളി നല്ല കിഡിലും ടൂൾസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തട്ടി ഷേപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ള ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ, മമ്മൂട്ടിയുടെ ഉൾപ്പെടെ ഒരുപാട് ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുടെ സിനിമ പൊട്ടിപ്പോകുന്നതിൻ്റെ കാര്യം ഇതാണ്. അതിൻ്റെ എന്താ പറയുക, സ്കൾപ്ചർ എന്ന് പറയുന്ന ആൾ, അതായത് ഇതിൻ്റെ തട്ടി ശരിയാക്കുന്ന ഡയറക്ടർ എന്ന് പറയുന്ന ആൾ, ഇത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ട ആൾക്ക് അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് ഇതൊക്കെ പൊട്ടുന്നത്. പക്ഷെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടേഴ്സിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ, ഈ ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ സീൻ എന്താണോ വേണ്ടത് അത് കൊണ്ടുവരാനായിട്ട് പുള്ളിക്കാരന് പറ്റിയിട്ടുണ്ട്. അത് പുള്ളിക്കാൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഫ്ലോ തോന്നത്തില്ല, അത്രയും സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഭയങ്കര വലിയൊരു ഗ്രൂപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും മാസീവ് സ്കെയിലിൽ ഒരു സാധനം പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഐ മീൻ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഇത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോലും ഡൗട്ട് വരാത്ത രീതിയിൽ, ഒരു സ്ഥലത്ത് പോലും പാളി പോകാത്ത ഒരു കൈൻഡ് ഓഫ് പെർഫെക്ഷൻ ഒരു സാധനം കൊണ്ടുവരണമെങ്കിൽ ഡയറക്ടറിന്റെ കൂടെ ഒന്ന് അസോസിയേറ്റ്സ് ആണെങ്കിലും എല്ലാവരും മേക്കപ്പ്, ആർട്ട് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും പ്യോർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നല്ല രസമാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് രസമാണ്. എല്ലാ എപ്പിസോഡും അടിപൊളിയാണ്.
ക്ലൈമാക്സും അടിപൊളിയാണ്. ഇതിൽ ഒന്നുപോലും എനിക്ക് കൊള്ളില്ല, ശരിയായില്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലം പോലും ഇല്ല. പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ മണിക്കൂറുകളോളം പറഞ്ഞുകൊണ്ടിരിക്കാം. ഓരോ സീൻസ് ആണെങ്കിലും ശരി, ഓരോ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു സ്വാഗ് സാധനമുണ്ട്. അലക്സാണ്ടർ പ്രശാന്തിന്, അഗസ്ത്യക്ക്, ഇന്ദ്രൻ സാറിനൊക്കെ കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്വാഗ് ഉണ്ട്. സഞ്ജു ശിവറാമിന്റെ ബൈക്കിൽ ഒരു സാധനമൊക്കെ ഉണ്ട്. കുറെ ആക്ഷൻ സീൻസ് ഉണ്ട്, കുറെ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. നല്ല രസമായിട്ട് ഒരുപാട് ഓവർ ഡ്രമാറ്റിക് ഒക്കെ ആയിരിക്കും. മറ്റേ പറന്നു പോകുന്ന ടൈപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒറിജിനൽ എന്ന് തോന്നുന്ന രീതിയിൽ സ്റ്റൈലൈസ്ഡ് ആയിട്ട് എടുത്തു വെച്ചേക്കുന്ന ആക്ഷൻസ് ആണ് ഈ ഒരു വെബ് സീരീസിൻ്റെ അകത്തുള്ളത്. ഐ ഹാഡ് എ ബ്ലാസ്റ്റ് വാച്ചിങ് ദിസ് വെബ് സീരീസ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യുക. അതാകുമ്പോഴേ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഈ ഒരു വെബ് സീരീസ് കാണണോ കാണണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഫ്രം മൈ സൈഡ്, ഗോ വാച്ച് ദിസ് വെബ് സീരീസ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്, അത്രയ്ക്ക് കിടുക്കാണ് ഈ ഒരു വെബ് സീരീസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൺടിൽ ദെൻ, ബൈ.